ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 12 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇതുവരെ 12 ഇതും കൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ 12 × 10 ഏകദേശം 120 ക്വസ്റ്റ്യൻസ് പ്രിലിംസിൻ്റെ റെലവൻ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളത് മനസ്സിലാവും. കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യും, ചിലതിനൊക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. ആക്ച്വലി വെണ്ടർ ചേഞ്ച് ഇതുവരെ വലുതായിട്ട് വന്നിട്ടില്ല. TCS തന്നെയാണ് ടെൻറ്റേറ്റീവ്ലി കണ്ടക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ മാക്സിമം സ്പീഡിൽ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ 30 സെക്കൻഡ് ആയിരിക്കും ടൈം. അത് സീരീസ് ആണെന്നവർക്ക് അറിയാമല്ലോ, അപ്പോൾ അത് നോക്കിക്കോണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, സമയം കഴിഞ്ഞ് നോക്കിക്കേ. നമുക്കറിയാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 2 ആൾക്കാർ ഒരു സർക്കുലർ ട്രാക്കിൽ കൂടെ ഓടുവാണെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ സമയങ്ങൾ നമുക്കുണ്ടെങ്കിൽ, അതായത് എയും ബിയും 2 വ്യക്തികളുണ്ട്, അവരുടെ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം TAയും TBയും ആണെങ്കിൽ നമുക്ക് അവർ പിന്നെയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഏത് സമയത്ത് കാണുമെന്ന് ചോദിക്കുകയാണ്. അവരുടെ സമയങ്ങളുടെ LCM എടുത്താൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഈ സെയിം സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായവർക്ക് ഇത് പെട്ടെന്ന് കത്തും. അപ്പോൾ ഇൻ കേസ് ഇനിയും ടൈം ടേക്കൺ ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം റാൻഡംലി. ഫസ്റ്റ് ടൈം അപ്പാർട്ട് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതും മീറ്റ് അല്ല, ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. 2 പേരും ഇപ്പോൾ ഇതൊരു സർക്കിളാണ്, ട്രാക്കാണ്. ഇവിടുന്ന് 2 പേരും സ്റ്റാർട്ട് ചെയ്തു. അവർ റാൻഡമായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നിർബന്ധമില്ല, റാൻഡമായിട്ട് അവർ ഡയറക്ഷനൊക്കെ തന്നു കാണും. ഏത് പോയിന്റിൽ മീറ്റ് ചെയ്യും എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ്, അതായത് ബേസിക്കലി ട്രാക്ക് ലെന്ത് ആയിരിക്കും, അതേ ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ് ചെയ്യുമ്പോൾ എനിക്ക് ടൈം ടേക്കൺ ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം റാൻഡംലി അതായിരിക്കും കിട്ടുന്നത്. ബട്ട് ഇവിടെ ചോദിച്ചേക്കുന്നത് വെൻ ദേ സ്റ്റാർട്ടഡ് ദെയർ ജേണി, സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ പിന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ സമയം എത്രയാണ്, ഏത് സമയത്താണ് മീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനേതായിരിക്കും, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കേ, LCM ഓഫ് TA TB, അതായത് 2 ആൾക്കാരുണ്ട് എയും ബിയും, അവരുടെ സമയങ്ങൾ കണ്ടുപിടിച്ച് 75 കിലോമീറ്റർ സഞ്ചരിക്കണം. ആദ്യത്തെ ആൾ 25 km/h സഞ്ചരിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 75/25, അയാൾ 3 മണിക്കൂർ എടുക്കും ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അടുത്ത ആൾ 75 കിലോമീറ്റർ 30 km/h സഞ്ചരിക്കണമെങ്കിൽ 5/2 2.5 മണിക്കൂർ എടുക്കും. അപ്പം LCM ഓഫ് 3 എനിക്ക് 3/1 എന്ന് എഴുതാം. 3/1 5/2 2 ഫ്രാക്ഷൻസിൻ്റെ LCM എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ന്യൂമറേറ്ററിൻ്റെ LCM ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF, ആ ഒരു കാര്യം കൂടെ ആലോചിച്ച് വെച്ചോണം. അപ്പം 3/1 5/2. അപ്പോൾ ഈ 2 ഫ്രാക്ഷൻസിൻ്റെ ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ്? 5/2 അല്ലേ. അപ്പോൾ LCM ഓഫ് 3/1 5/2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൻ്റെ LCMഉം ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF, 1ൻ്റെ 2ൻ്റെ HCF എത്ര? 1 തന്നെ. 3ൻ്റെ 5ൻ്റെ LCM എത്ര? 15/1. ആൻസർ 15 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അത് മാറിപ്പോയല്ല, ഈ ഫോർമുലയായിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകല്ല. ഓക്കെ, എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്.
4. ഓക്കെ, 12. And to complete the work is ഓക്കെ. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും ടൈമിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. പിൻ്റെ എഫിഷ്യൻസി ക്യൂവിൻ്റെ 4 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 ടൈംസ് പിയും ക്യൂവും ഉണ്ട്. അവരുടെ എഫിഷ്യൻസി പി ഈസ് 2 ടൈംസ് എഫിഷ്യൻ്റ് ആസ് പി. 1 യൂണിറ്റ് ആണ് ഒരു ദിവസം കൊണ്ട് ക്യൂവിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിക്ക് 2 യൂണിറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ എന്ത് വരും? എഫിഷ്യൻസിയുടെ റേഷ്യോ 2:1 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ റിവേഴ്സ് ആയിട്ട്, കാരണം വർക്ക് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ടൈമിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി, അല്ലെങ്കിൽ തിരിച്ചും പറയും എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പം എടുക്കുന്ന സമയത്തിൻ്റെ റേഷ്യോ ഇതിൻ്റെ റെസിപ്രോക്കൽ വരും. ഓക്കെ, 1:2. ഈ ഡിഫറൻസ് എന്ന് പറയുന്ന 1 യൂണിറ്റ്, അതായത് ക്യൂ 2 യൂണിറ്റ് സമയം എടുക്കും, പി 1 യൂണിറ്റ് സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 1 യൂണിറ്റ് ആണ്. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 40 ഡേയ്സ് എന്ന് പറയുന്നത്. അതായത് ക്യൂവിനേക്കാൾ എത്ര ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ റേഷ്യോയിൽ പി, 1 ദിവസമേ എടുക്കത്തുള്ളൂ. അത് എത്ര ദിവസമാണ് റിയൽ വാല്യൂവിൽ? 40 ഡേയ്സ്. അപ്പോൾ ഇവരുടെ ഡേയ്സ് റെസ്പെക്റ്റീവ്ലി 40ഉം 80ഉം വരും. ഇനി 2 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കാണാൻ എയും ബിയും ഒരുമിച്ച് 2 ആൾക്കാരുണ്ട്, പിയും ക്യൂ എങ്കിൽ ടൈം ടേക്കൺ ടു, അതായത് പി പ്ലസ് ക്യൂ, പിയും ക്യൂ ഒരുമിച്ച് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് പി ക്യൂ ബൈ പി പ്ലസ് ക്യൂ ആയിരിക്കും. ഇത് ആലോചിച്ച് വെച്ചേക്കണേ. അതായത് ഇതിൻ്റെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഈ ഫോർമുല തന്നെയാണ്. പി എടുക്കുന്ന സമയം 40 ഡേയ്സ്, ക്യൂ എടുക്കുന്ന സമയം 80 ഡേയ്സ്, അതായത് 40 + 120 വരും. ഓക്കെ, 3 വരും. 80/3 വെക്കുവാണെങ്കിൽ 26 × 3 78. അപ്പോൾ 26 പോയിൻറ്റ് സംതിങ് വരും. അതായത് അപ്രോക്സിമേറ്റ്ലി 27 ആയിരിക്കും ആൻസർ ആയിട്ട് വരും. 27 × 3 എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പോൾ 27 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലോസ് ടു 27 ആയിരിക്കും. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞ് കുറച്ചുകൂടെ സമയം വേണം എന്നറിയാം. ഒരു 5 സെക്കൻഡും കൂടെ എടുത്തോ. ഓക്കെ, സമയം കഴിഞ്ഞേ. എങ്കിൽ നോക്കിക്കേ, ചേട്ടാ പറയാം. = 98x - 500. അപ്പം നമ്മുടെ ഓപ്ഷൻ അതില്ലാന്ന് തോന്നി, 25. സോ കാസ്റ്റ് ഇറ്റ് വേസ്റ്റ്. × 25 പാടി 24.
മതി 23.5 3.5 നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് കാസ്റ്റഡ് വോട്ട്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ ഇല്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ആദ്യം മൊത്തത്തിൽ 100x വോട്ട്സ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. ലെറ്റ് ദെയർ ബി 100 എന്ന് വെച്ചാൽ കാസ്റ്റ് ചെയ്യപ്പെട്ട വോട്ട് 100x ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് വോട്ട് ചെയ്തേക്കുന്ന കാസ്റ്റ് വോട്ട്സ് ആൻസർ 2500 വരുന്നത്. എങ്ങനെയാണെന്ന് പറയാം. രേഖപ്പെടുത്തിയേക്കുന്ന വോട്ട് അപ്പോൾ 100x ലെറ്റ് ബി ദ കാസ്റ്റഡ് വോട്ട്സ്. അതിൽ 2% എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? 2% ആൾക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻറോൾ ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എൻറോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ 100xൻ്റെ 2% എന്ന് പറയുന്നത് എത്ര? 98. അത് കുറഞ്ഞിട്ട് 100ൽ നിന്ന് 2%, 100ൻ്റെ 2% എത്ര? 2 തന്നെ കുറഞ്ഞിട്ട് ഇപ്പം 98x ആയിരിക്കും ഇപ്പോൾ ഉള്ള എൻറോൾഡ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 500 എന്താ ഇൻവാലിഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 98xൽ നിന്ന് 500 പോയി. ഇത്രയും വോട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ. ഇനി പറഞ്ഞേക്കുന്നത് എന്തുവാ? എ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഉണ്ട്. എക്ക് ഓഫ് ദ പേഴ്സൺസ് എൻറോൾഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് കാസ്റ്റഡ് ദെയർ വോട്ട് ഇൻ ഫേവർ ഓഫ്. അതായത് എൻറോൾ ചെയ്യപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര എൻറോൾ ചെയ്യപ്പെട്ടുണ്ടോ അതിൻ്റെ എത്ര 43% എക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ 43% എൻറോൾ 100x എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എൻറോൾ ചെയ്തതിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് 2%, പിന്നെ 500%. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പോൾ എൻറോൾ ചെയ്യപ്പെട്ട മൊത്തത്തിലുള്ള വോട്ട്സാണ് 100x എന്ന് പറയുന്നത്. അതിൻ്റെ 43% 43x ആണ്. ആൻഡ് ബിക്ക് എന്ന് പറയുമ്പോഴോ 43x മൈനസ് 200. അതായത് ബിക്ക് എയേക്കാൾ 200 വോട്ട് കുറവാണ് കിട്ടിയത്. അത്രയ്ക്കും തോറ്റുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയുടെയും ബിയുടെയും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ വോട്ട്സ് വാലിഡേറ്റ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 98x മൈനസ് 500 ആണ് രേഖപ്പെടുത്തിയേക്കുന്നത്. അപ്പം അത് ഇക്വേറ്റ് ചെയ്യാൻ നേരം എക്സിൻ്റെ വാല്യൂ 25 കിട്ടും. നമുക്ക് 100xൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അതെത്ര? 100 × 25 2500 ആയിരിക്കും. അത് ഓപ്ഷനിലില്ല. എങ്കിലും ആൻസർ 2500 ആയിരിക്കുമേ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓ, സമയം ടൈമർ വന്നില്ല അല്ലേ? ചെയ്ത് തുടങ്ങിക്കോ. സോറി, നമുക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ കാസ്റ്റഡ് വോട്ട്സ് അല്ല ചോദിച്ചിരിക്കുന്നത് അല്ലേ, ടോട്ടൽ വോട്ട്സ് എൻറോൾഡ് അല്ല. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ വോട്ട്സ് എൻറോൾഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ സാധനമാണ് 2500 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട 500 എണ്ണം ഇൻവാലിഡ് ആയിപ്പോയി. പക്ഷേ ഇൻവാലിഡ് ആവുന്നതിന് മുമ്പ് കാസ്റ്റ് ചെയ്യുമല്ലോ, വോട്ട് രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ രേഖപ്പെടുത്തുന്ന വോട്ടാണ് 98x എന്ന് പറഞ്ഞാൽ. വോട്ടേഴ്സ് ലിസ്റ്റിൽ 2% ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, വോട്ട് രേഖപ്പെടുത്തിയില്ല. ബാക്കി 98x ആയിരിക്കും വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പം 98x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സിന് 95 ഇട്ടു 25 ഇട്ട് കൊടുക്കുമ്പോൾ എത്ര? 2000. അതായത് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പാതിയുടെ പാതി എടുക്കണം. 98ൻ്റെ പാതി 49, 49ൻ്റെ പാതി 48ൻ്റെ പാതി എത്ര? 24. അപ്പോൾ 49ൻ്റെ പാതി 24.5. 24.5 ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 24.50 ആയിരിക്കും ആൻസർ. അപ്പം ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ കേട്ടോ. ടോട്ടൽ വോട്ടേഴ്സിൻ്റെ ആ ലിസ്റ്റിലുള്ള പേരാണ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് 2500 ആയിട്ട് കിട്ടുന്നത്. ബട്ട് കാസ്റ്റഡ് വോട്ട്സിൻ്റെ എണ്ണം എത്ര? 2450 ആയിരിക്കും. ഓക്കെ, അത് വന്ന് ചെറിയ മിസ്റ്റേക്കാണ്, സോറി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് മാറിപ്പോല്ലേ, എനിക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾക്ക് വരല്ലേ, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതിൻ്റെ എത്ര കിട്ടി? sin 25 × sin 65. അതിനെ എങ്ങനെ എഴുതാം? sin 25 × sin 65. sin 25 ×
0 അല്ലേ വരണേ? ഓപ്ഷൻ 3 ആയിരിക്കും. അതായത് sin 25 ഇൻറ്റു sin 65 മൈനസ് കോസ് 25 ഇൻറ്റു കോസ് 65നെ നമ്മൾ ആദ്യം sin 25 ഇൻറ്റു sin 65 അത് അതുപോലെ എടുത്തെഴുതി. ആൻഡ് കോസ് 25നെ എങ്ങനെ എഴുതാം? കോസ് 25 അല്ലെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കോസ് 25നെ സൈൻ 90 മൈനസ് 25 അതായത് സൈൻ 65 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ കോസ് 25ന് നമ്മൾ സൈൻ 65 എന്ന് എഴുതി. ഇതുപോലെ തന്നെ കോസ് 65നെ നമുക്ക് സൈൻ 25 എന്ന് എഴുതാം. അതായത് സൈൻ 25 ഇൻറ്റു സൈൻ 65 മൈനസ് സൈൻ 65 ഇൻറ്റു സൈൻ 25 എത്ര? ആൻസർ രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. സമയം തുടങ്ങിയതുള്ളല്ലേ? ഓക്കെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, എക്സും വൈയും രണ്ടാൾക്കാരുണ്ട്. അവരുടെ ഡേയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ടൈം ഫോർ എക്സ് ടു കംപ്ലീറ്റ് 9 days ആണ്, ഫോർ വൈ 36 ദിവസമാണ്. അപ്പോൾ ഇവരുടെ LCM ഞാൻ എടുത്ത് 36 days ആണ് എൻ്റെ എന്ത് ടോട്ടൽ വർക്കായിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 36 യൂണിറ്റ് ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ത് വരും? വർക്ക് ബൈ ടൈം. അപ്പോൾ 36/9 4 ആയിരിക്കും എക്സിൻ്റെ എഫിഷ്യൻസി, 36/36 1 യൂണിറ്റ് ആയിരിക്കും വൈൻ്റെ എഫിഷ്യൻസി. അതിൻ്റെ അർത്ഥം ഒരു ദിവസം വൈ 1 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് എക്സിന് 4 യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്ന എക്സ് ആണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ആദ്യത്തെ ദിവസം എക്സ് 4 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവും. ഒരു ദിവസം കൊണ്ട് എക്സ് 4 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കും. രണ്ടാം ദിവസം ആകുമ്പോൾ ഓൾറെഡി 4 യൂണിറ്റ് വർക്ക് എക്സ് കംപ്ലീറ്റ് ആക്കി വെച്ചു. ഇനി രണ്ടാം ദിവസം ആകുമ്പോൾ വൈ 1 യൂണിറ്റും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം 4 + 1 5 യൂണിറ്റ് വർക്ക് മൊത്തത്തിൽ 2 ദിവസം കൊണ്ട് ടോട്ടൽ 5 യൂണിറ്റ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതൊരു സെറ്റാണ്. ഇതിനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ഈ സെറ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? 36 വരുന്നത് വരെ. അപ്പോൾ നമ്മൾ 36 അടങ്ങുന്ന 5ൻ്റെ മൾട്ടിപ്പിൾ 35. അപ്പോൾ 5 × 7 ഇവിടെ 2 × 7 14 ദിവസം കൊണ്ട് ഈ രീതി പോവുകയാണെങ്കിൽ 35 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവും. ഇനി 1 യൂണിറ്റും കൂടെ വേണ്ടേ? അതായത് 36 യൂണിറ്റ് വർക്കല്ലേ കംപ്ലീറ്റ് ചെയ്യേണ്ടേ? അപ്പോൾ 14നേക്കാൾ ഒരു പൊടിക്ക് കൂടിയ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓപ്ഷനിൽ അത് ഏതായിരിക്കും? 14 + 1/4 ആയിരിക്കും. 15 ഒരു ഫുൾ ഡേ അടുത്തത് എടുക്കത്തില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഇൻറ്റ്യൂഷനിൽ 14 × 1/4 ചെയ്തെടുത്തോണം. ഇതെന്ന് പറഞ്ഞാൽ നോക്കി, ഇനി 1 യൂണിറ്റും കൂടെ വർക്കുണ്ട്. അത് ആരാ ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്ത് എക്സ് അല്ലേ? അപ്പം ഒരു ഡേയിൽ അല്ലെങ്കിൽ 4 യൂണിറ്റ് വർക്ക് ചെയ്യാനാണ് എക്സിന് ഒരു ഡേ വേണ്ടത്. അങ്ങനെയെങ്കിൽ 1 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് എക്സിന് 1/4 ഡേയ്സ് വേണം. അപ്പം ഇത്രയും ആയപ്പോഴേക്കും 14 ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ 35 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി റിമൈനിങ് 36 ആവാൻ 1 യൂണിറ്റും കൂടെ വേണം. അത് ചെയ്യുന്നത് ആരാ? എക്സ് എ വൈ എ. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങുന്നത് എക്സാണ്. അപ്പോൾ എക്സിന് അങ്ങനെ 1 യൂണിറ്റ് വർക്ക് ചെയ്യാൻ 1/4 ഡേയ്സ് വേണം. അപ്പോൾ 14 + 1/4 ഡേയ്സ് ആയിരിക്കും വേണ്ടത്. ഓക്കെ, എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, സമയം കഴിഞ്ഞ്. നോക്കിക്കേ, എൻ്റെ കോസ്റ്റ് പ്രൈസും എൻ്റെ സെല്ലിംഗ് പ്രൈസും എത്ര വരും? എൻ്റെ
കോസ്റ്റ് പ്രൈസ് 4% പ്രോഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് 4%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്താ? 1/25. അതായത് 25 എൻ്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ എനിക്ക് 1 രൂപ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ 1 രൂപ കൂട്ടി വിറ്റാലല്ലേ 1 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 25 എൻ്റെ CP എങ്കിൽ 25+1 എൻ്റെ SP എന്ന് പറയുന്നത് 26 യൂണിറ്റ് ആയിരിക്കും. അപ്പം CP/SP 25/26. അതായത് എൻ്റെ വില നിരക്ക് കിട്ടി. ഇനി ക്വാണ്ടിറ്റി നോക്കണം. നോക്കിയേ, ഈ ഡീലിങ്ങിൽ ഞാൻ എത്ര ക്വാണ്ടിറ്റിയെ വിറ്റുള്ളൂ? അതായത് ഈ ട്രാൻസാക്ഷനിൽ എൻ്റെ കയ്യിൽ നിന്ന് എത്ര സാധനമേ അത് അയാൾ വരാൻ നേരം ഞാൻ പറഞ്ഞു 1000 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്നു, എൻ്റെ കയ്യിൽ 26 രൂപ തന്നു. പക്ഷേ അത് 1000 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത്. അയാൾ തന്ന വില 26 രൂപ തന്നത് 1000 ഗ്രാമിനാണ്. പക്ഷേ ഞാൻ എത്ര വിറ്റുള്ളൂ? 940 ഗ്രാമേ ഞാൻ കൊടുത്തുള്ളൂ. അപ്പോൾ അത്രയും രൂപയുടെ മുതൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നുള്ളൂ. അപ്പോൾ 940 25 യൂണിറ്റിനുള്ളതാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. 26 യൂണിറ്റ് രൂപ 1000 ഗ്രാമിനാണ് അയാൾ തന്നേക്കുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം ടോട്ടൽ CP/ടോട്ടൽ SP റേഷ്യോ കിട്ടും. അത് 47:52. എത്ര ലാഭം കിട്ടി? 5 യൂണിറ്റ് ലാഭം കിട്ടി ഔട്ട് ഓഫ് 47. പെർസെൻറ്റേജ് കാണാൻ, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 5/47 × 100 ചെയ്യണം. 47-ൽ 5 ലാഭം കിട്ടി, 500/47. എത്ര വരും? 1, 0, 47 3 ഉണ്ട്, 300-നകത്ത് എന്തായാലും 0.6, 10.6. ഓക്കെ, അപ്പം ഓപ്ഷൻ 3 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ടൈമർ സ്റ്റാർട്ടായി. ട്രയാങ്കിളാണേ, ട്രയാങ്കിൾ. ഇത് ആംഗിളാണേ. ഇത് ജസ്റ്റ് തിയറമാണ്, അതിൻ്റെ ഡയറക്റ്റ് റിസൾട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. അതായത് എ ബി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, റൈറ്റ് ആംഗിൾ അറ്റ് എ. അപ്പോൾ നമ്മൾ പേര് കൊടുത്തു, വരച്ചു. ഇനിയും ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ്. അതായത് ഈ കോർണറിൽ നിന്ന് മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ പേരാണ് മീഡിയൻ. അപ്പോൾ ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയും റൈറ്റ് ആംഗിളിൽ നിന്ന് വരയ്ക്കുന്ന മീഡിയൻ വിൽ ഓൾവേസ് ഏതാ? ഈ ഒരു ബി സി എന്ന് പറയുന്ന ലൈനിൻ്റെ പാതിയായിരിക്കും. അതൊരു തിയറമാണ്. അപ്പം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ ഒരു കോർണറിൽ നിന്ന് വരയ്ക്കുന്ന മീഡിയൻ, അതായത് AD എന്ന് പറയുന്ന ഈ ലൈനിന് ഈക്വൽ ആവുന്ന ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഹൈപ്പോട്ടിന്യൂസിൻ്റെ പാതിയായിരിക്കും. അതൊരു തിയറമാണ്, അത് ആലോചിച്ച് വെച്ചോണം. അതായത് BD-യും DC-യും AD-യും ഇത് മൂന്നും സെയിം ലെങ്ത് ആയിരിക്കും. ഓക്കെ, വെൻ AD ഈസ് ദ മീഡിയൻ ആൻഡ് ABC ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്കിൽ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ C ആയിരിക്കും വരുന്നത്. ആൻഡ് AD അല്ല ചോദിച്ചേക്കുന്നത്, AD BC/2 ആയിരിക്കും. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, അതായത് കണ്ടോ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, മിക്സ്ചർ ആൻഡ് എലിഗേഷൻ. അതായത് ഏത് റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യണം? ആദ്യത്തെ മിക്സ്ചറാണ്, അതിന് എത്ര രൂപയാണ്? ലിറ്ററിന് 32 രൂപ വെച്ചിട്ട് വരും. ആൻഡ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ടത് വാട്ടറാണ്. വാട്ടറിന് വിലയില്ല. അതായത് നമ്മളിപ്പം പാലിൻ്റെ കൂടെ വെള്ളം ചേർക്കാൻ നേരം വെള്ളത്തിൻ്റെ വില നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പം ഈ മിക്സ്ചറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് കിലോ അല്ലെങ്കിൽ ലിറ്ററിന് 0 രൂപയുള്ള വെള്ളമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന നേരം ഇപ്പം കിട്ടുന്ന മിക്സ്ചറിന് എനിക്ക് ലിറ്ററിന് 28 രൂപ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ല, അത്രയും കോസ്റ്റ് പ്രൈസ് ഉള്ളൊരു മിക്സ്ചർ എനിക്ക് കിട്ടും. എങ്കിൽ താണ്ട അലിഗേഷൻ അറിയാലോ, ചെയ്യാലോ. മൈനസ് ചെയ്യാൻ നേരം 28, ഇത് ഡയഗണൽ മൈനസ് ചെയ്യാൻ നേരം 4. അപ്പോൾ 28:4 ചെയ്യാൻ നേരം 7:1 ആയിരിക്കും എന്തിൻ്റെ റേഷ്യോ? ഈ മിക്സ്ചറിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് മിക്സ്ചർ ഈസ് വാട്ടർ എന്ന് പറയുന്നത് 7:1 ആയിരിക്കണം. അതല്ലേ ചോദിച്ചേക്കുന്നത്, ഏത് റേഷ്യോയിലായിരിക്കണം ഈ മിക്സ്ചർ 32 കോസ്റ്റ് ചെയ്യുന്ന മിക്സ്ചറും വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പം 7:1 ആയിരിക്കും ആൻസർ. ഇത് തിരിഞ്ഞു പോയല്ലോ, 1:7 ആണോ 7:1 ആണോ എന്ന് ക്വസ്റ്റ്യനിലെ ഓറിയൻറ്റേഷൻ വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്തോണം. അതായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസിലും തെറ്റാനായിട്ടുള്ള സാധ്യത. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. പെട്ടെന്ന് ചെയ്ത്, ഇത് ഡയറക്റ്റ് തിയറമാണ്, വേറൊന്നുമില്ല.
കഴിഞ്ഞില്ല, അതിൻ്റെ ആവശ്യമുണ്ടോ? 30 സെക്കൻഡിൻ്റെ പോലും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് തിയറമാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇഫ് എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ. ഞാൻ കഴിഞ്ഞതിൻ്റെ അതായത് സെക്കൻഡോ തേർഡോ ഡേയിൽ പറഞ്ഞായിരുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി. എ മൈനസ് ബി മൈനസ് സി 0 ആവുകയാണെങ്കിലുള്ള റിസൾട്ട്, എ പ്ലസ് ബി മൈനസ് സി 0 ആവണമെങ്കിൽ റിസൾട്ട് എല്ലാം കഴിഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സും കൂടെ നമ്മൾ അഡീഷണൽ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ആ റിസൾട്ട്സും കൂടെ നിങ്ങൾക്ക് എസ്പെഷ്യലി അഡ്വാൻസ് മാത്തിൻ്റെ ഓർത്തെടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്താ, എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് 3abc ആയിരിക്കും. ഇനി എ പ്ലസ് ബി മൈനസ് സി 0 ആണെങ്കിൽ ഈ സെയിം സാധനം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് സി ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് 3abc ആയിരിക്കും. ആൻഡ് ഇപ്പം എ മൈനസ് ബി മൈനസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് എ മൈനസ് ബി മൈനസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് സി ക്യൂബ് എന്ന് പറയുന്നത് 3abc ആയിരിക്കും. ഇത്രയും റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഡയറക്റ്റ് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിക്കേ, സക്സസീവ് ചേഞ്ച് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് മനസ്സിലായി കാണുമല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് ഏരിയ. അതായത് ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എത്ര ശതമാനം ചേഞ്ച് വന്നാലും അത് തമ്മിൽ കൂട്ടി അത്രയുമായിരിക്കും ഏരിയയുടെ ചേഞ്ച് എന്ന് പറഞ്ഞ് എഴുതൽ. ഏരിയയിൽ സക്സസീവ് ആയിട്ടായിരിക്കും ചേഞ്ച് വരുന്നത്. അതായത് ലെങ്ത്തിൽ ചേഞ്ച് വരുന്നത് എക്സ് ആണെങ്കിൽ ബിയിൽ ബ്രെഡ്ത്തിൽ ചേഞ്ച് വരുന്ന y ശതമാനമാണെങ്കിൽ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ആയിരിക്കും. കുറയുവാണെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്തോണം സൈനിന്. ഇവിടെ രണ്ടും കൂടുക എന്നല്ല പറയുന്നത്, അപ്പം രണ്ടും പോസിറ്റീവ് തന്നെ. 8a പ്ലസ് 5a പ്ലസ് 8 ഇൻറ്റു 5 40/100 ചെയ്യാൻ നേരം 13.4% നല്ല എളുപ്പത്തിൽ കിട്ടും. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സീരീസ് നമ്മളിവിടെ തീർക്കുകയാണ്. എല്ലാവരും ഡെയിലി നിങ്ങളുടെ ട്രാക്ക് ചെയ്തോണം, നിങ്ങളുടെ പ്രോഗ്രസ് അതിനനുസരിച്ച് ചെയ്ത് പൊക്കോണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഡേയിൽ അടുത്ത ഒരു ഇതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പം നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിഞ്ഞു കാണും. അതിൽ ഫ്രഷ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും ക്ലാസ് പോകുന്നത്. അപ്പോൾ ആദ്യം ബേസിക് ക്ലാസ്സസ്, പിന്നെ സർക്കിൾ സെഷൻ ആയിരിക്കും. അതായത് പഠിപ്പിച്ചതിൻ്റെ ഒരു വർക്കൗട്ട് സെഷൻ, നിങ്ങളെ സർക്കിൾസ് ആയിട്ട് ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തിയുള്ള വർക്കൗട്ട് സെഷൻ ആയിരിക്കും. ആൻഡ് അതിന് ശേഷം വരുന്ന എക്സ്ട്രീം സർക്കിൾ ആയിരിക്കും. അവിടെയും നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തി വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ആൻഡ് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ സൂപ്പർ ബാച്ച് വരെയുള്ള സെഷനിൽ ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സും കാണും. ആൻഡ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് സെഷൻ കൊണ്ടുപോകാൻ പറ്റും. അതായത് എക്സാമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കാതെ നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കാതെ ചെയ്തു പോകാനായിട്ട് പറ്റും. ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇൻ്റർവ്യൂ റൗണ്ട്. എല്ലാ PO എക്സാംസിൻ്റെ ഫൈനൽ എക്സാം അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ ആണ്. അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ അവയർനെസ് നിങ്ങൾക്ക് നല്ലൊരു പാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ്ലൈനുണ്ട് ഓൺലൈനുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഫർദർ ഡൗട്ട് ഉണ്ട് ലൊക്കേഷനെ പറ്റിയോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അക്കാഡമിക്സിൻ്റെ ഈ ഒരു കാര്യത്തിൽ പോകുന്ന സീരീസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഡൗട്ട് രേഖപ്പെടുത്തുക. സോ ദാറ്റ് എനിക്ക് ഫർദർ സീരീസ് പോകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാരിറ്റിയോടെ പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസും ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.